ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് ഒന്ന് രണ്ട് വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവില്ലേൽ കാളരാത്രി, ഈ ഒരു യാഥാർത്ഥ്യം ഒന്ന് രണ്ട് അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശിഷ്യന്മാർ പോലും മീൻ പിടിക്കാൻ പോയി, പക്ഷെ അവർക്ക് യാതൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവില്ലാതെ അവർ മീൻ പിടിക്കാൻ പോയിട്ട് കാളരാത്രിയായിരുന്നു. കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ വലിയ ഒരു മത്സ്യത്തിൻ്റെ കൂട്ടം അവർക്ക് ലഭിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, നമ്മൾ ഈ മീൻ പിടിക്കാൻ പോയിട്ടൊന്നും കിട്ടാതെ വരുന്ന ഒരു നാണക്കേടാണ്. ഞങ്ങൾ വലിയ ഗമയൊക്കെ കാണിച്ച് മീൻ പിടിക്കാൻ പോയതാണ്, പക്ഷെ അന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഏതായാലും തിരിച്ചു വരുമ്പം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു നാണക്കേടാണ്, ഒന്നും ഇല്ലാതെ വരിക. പോകുന്ന വഴിക്കാണ് അവർ മീൻപിടുത്തക്കാർ മീൻ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് പിന്നെ പണം കൊടുത്ത് കാശ് കൊടുത്തിട്ട് ആ മീൻ വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുപോയ പാത്രത്തിനകത്തിട്ട് തിരിച്ചുകൊണ്ട് വന്നു. ആര് കണ്ടാലും വേണമെങ്കിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടി എന്നുള്ളത് അവർ വിചാരിച്ചേക്കും. യാഥാർത്ഥ്യം ഇതായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നും കിട്ടാത്ത മീൻപിടുത്തം ആരും ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്വാനം നിഷ്ഫലമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16:3 വചനം, ഒരിക്കലും നമ്മുടെ ചങ്കിൽ നിന്ന് മായരുത്. അത് മറയാതെ മായാതെ എപ്പോഴും നമ്മുടെ ചങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, അപ്പോൾ നിന്റെ അധ്വാനം ഫലം കാണും. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കണം. എന്താണ് അതിൻ്റെ സന്ദേശം? നമ്മൾ അധ്വാനിക്കണം, പക്ഷെ നമുക്ക് ദൈവാനുഗ്രഹം വേണം. നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടോടെ ചേരുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേര് ഒരുപാട് അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം കാണുന്നില്ല. കാരണം ദൈവാനുഗ്രഹത്തിന് കുറവായിരിക്കാം, കർത്താവിൻ്റെ ആശീർവാദം ഇല്ലാത്തതായിരിക്കാം മെയിൻ കാരണം. വേറെ ചില കാണാൻ സാധിക്കും, ഒരുപാട് അവർ പ്രാർത്ഥിക്കും, പക്ഷെ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യത്തില്ല. ദൈവത്തെ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കാതിരിക്കും. അങ്ങനെയുള്ളിടത്തും വലിയ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവാനുഗ്രഹത്തോട് നമ്മൾ അധ്വാനം ചേരുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. 2 അധ്യായങ്ങൾ ആദ്യമേ നമുക്കെടുക്കാം. ഈ ഒരു സന്ദേശം നമുക്ക് തരുന്ന 2 അധ്യായങ്ങൾ യോഹന്നാൻ 21:3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. ഒരു മീൻ പിടിക്കാൻ പോയി. പത്രോസ് പറഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോവാ. ഉടനെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞ് ഞങ്ങളും വരുവാ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോയി. എക്സ്പേർട്ട് ഫിഷർമെൻ ആയിരുന്നു ഇവര്. എന്നിട്ടും ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. അതാണ് വചനം ഓർമ്മിപ്പിക്കുക. പിന്നീട് കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ അധ്വാനിച്ചപ്പോൾ വലിയ ഫലം അവിടെ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. ലൂക്ക 5 അധ്യായം 1 മുതൽ വായിക്കുമ്പോഴും രാത്രി മുഴുവൻ അധ്വാനിച്ച ശിഷ്യന്മാർ അവർ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവിടെ വന്നിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യം, വലതുവശത്ത് വലയിറക്കുക. പത്രോസ് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ നോക്കിയതാണ്, ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അറ്റ് യുവർ വേർഡ്, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ഒരു ക്യാച്ച്, വലിയ ഒരു മീൻപിടുത്തം അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 അധ്യായങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവില്ലാൽ കാളരാത്രി. കർത്താവിനെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനം അത് നിഷ്ഫലമാകും. ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് ചേർന്നുള്ള അധ്വാനമെല്ലാം ഫലം കാണും എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഒരുപാട് അധ്വാനിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്, അതിൽ നിന്നൊരല്പസമയം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയം പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ അധ്വാനം ഫലമണിയും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവഹിതം ആരായണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം, അത് അറിയണം, അത് നിവർത്തിക്കണം. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഞാൻ മനസ്സിലാക്കണം, അത് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16 അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഈ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. പൗലോസ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുമല്ല ചെയ്തേ. പൗലോസ് ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ദൈവം ഓക്കെ പറഞ്ഞിടത്തേക്ക് മാത്രമേ പോയുള്ളൂ, വേണ്ടാന്ന് പറഞ്ഞിടത്തേക്ക് പോയില്ല. യേശു അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും പോകണ്ട എന്ന് ആത്മാവ് നിർദ്ദേശിച്ചതനുസരിച്ച് പോയില്ല. നമുക്കൊക്കെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ വലിയ പാടാണ്. അതെങ്ങനെയെങ്കിലും അത് നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി പൗലോസ് അത് കാണിച്ചില്ല. അവസാനം അവന് മക്കദോണിയയിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി. അവിടെ പോയി വിശിഷ്ടമായ സുവിശേഷ വേല ചെയ്തു. ഇതുപോലെ ദൈവത്തെ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് വലിയ ഫലമുണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അനുസരണക്കേട് കാണിച്ചവർക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നു. അനുസരണക്കേട്, ആദം ഹവ്വ ആദ്യ ദമ്പതിമാർ അനുസരണക്കേട് കാണിച്ചു, വലിയ വില കൊടുക്കേണ്ടി വന്നു. ആഖാൻ, ജോഷുവ 7 അധ്യായം വായിച്ചാൽ ആഖാൻ അനുസരണക്കേട് കാണിച്ചു,
അവനും അവൻ്റെ കുടുംബത്തിനും വലിയ വില കൊടുക്കേണ്ടി വന്നതായിട്ട് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മറുവശത്ത് നമ്മൾ കാണുന്നുണ്ട് അനുസരിച്ച വ്യക്തികൾ, അവർക്കൊക്കെ വൻ നേട്ടമുണ്ടായി എന്നുള്ളത് അവർക്കും അവരുടെ കുടുംബത്തിനും. മറിയം ദൈവത്തെ അനുസരിച്ചു. അവൾക്ക് മാത്രമല്ല, ലോകം മുഴുവനും വലിയ നേട്ടമുണ്ടായി. ഹോസിയ പ്രവാചകൻ ഏതാണ്ട് അതുപോലെ ദൈവത്തെ അനുസരിച്ചു. അവന് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ചില കാര്യങ്ങളാണ് ഏറ്റെടുക്കാൻ ദൈവം പറഞ്ഞു. ഒരു വേശ്യയെ കല്യാണം കഴിക്കുക, അവളിൽ മക്കളുണ്ടാകട്ടെ, അവർക്ക് കൊടുക്കേണ്ട പേരുകളും ദൈവം തന്നെ കൊടുത്തു. അനുസരിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, ഇനി നിനക്ക് പോയിട്ട് ഇസ്രായേൽ ജനത്തോട് പറയാം, നീ അവളെ സ്നേഹിച്ചതുപോലെയാണ് ഞാൻ ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു വചനപ്രഘോഷണത്തിന് അവൻ യോഗ്യനായി. ആ അനുസരണത്തിലൂടെ പുറപ്പാട് 7:6, 8:13 വായിച്ചാൽ മോശയും അഹ്റോനും ദൈവം പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അനുസരിച്ചു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ ദൈവം അതുപോലെ അനുസരിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തെ അനുസരിച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവം അനുസരിക്കുന്നത് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18:6 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ യഹോഷാഫാത്തിൻ്റെ കാര്യം, നീ ആ മനുഷ്യൻ ചോദിച്ച ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഇംഗിതം ആരാഞ്ഞോ ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ്? പ്രവാചകനുമായിട്ട് ആ ഒരു കാര്യം പങ്കുവെച്ചോ? അവസാനം നമ്മൾ കാണുകയാണ്, സത്യപ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു. വേറെ ഒരുപാട് ഈ ബാലിൻ്റെ പ്രവാചകന്മാരും അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞതുപോലെയല്ല സത്യപ്രവചനം നിറവേറുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അതറിയണം, അത് നിറവേറ്റണം. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് വൻ നഷ്ടം ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുക. അത് യോശുവ 1:5 മുതൽ വായിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചാൽ നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കത്തില്ല. അതാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഒരു കാര്യം. ഇതിനു പകരം ജഡികതയ്ക്ക് നമ്മളെ വിട്ടുകൊടുത്താലോ? പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാൽ നീ ഒരു ഉണക്കമരമായി തീരും. ദുരാചാരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുത്താലോ? അത് യെശയ്യാ 47:12 വായിച്ചാൽ നീ ചെറുപ്പം മുതൽ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ചില ദുരാചാരങ്ങൾ അത് നിന്നെ സാരമാക്കി മാറ്റും. വിഗ്രഹാരാധന, അതിലേക്ക് എങ്ങാനും പോയാൽ നമ്മൾ വെറും ചണ്ടിയായി മാറും എന്നുള്ളത് ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.